കൂടാതെ കേരള പോലീസിലെ 4 ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ സേവനത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് കണക്കാക്കിയിട്ട് അതിന് അവാർഡ് പ്രദാനം ചെയ്യും. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസൈക്സിന് കിട്ടിയിട്ടുള്ളതാണ്. വിവിധ പോലീസ് ബിൽഡിങ്ങൾ, ഓപ്പോസിഷൻ ലീഡർ, MP-മാർ, MLA-മാർ, മറ്റ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എല്ലാം ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. IPS ADGP-മാരായ ശ്രീ മനോജ് എബ്രഹാം, ശ്രീ H. വെങ്കടേഷ്, ശ്രീ S. ശ്രീജിത്ത് ഇവിടെ സംഘാടനവും തറക്കല്ലിടിയിലുമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ അനുബന്ധ സംവിധാനങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയുടെ ഫലപ്രാപ്തി പരിശോധിച്ച ശേഷം ഈ വർഷം തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഫുട്ബോൾ ടർഫ്, ജില്ലാ പരിശീലന കേന്ദ്രം, കസ്റ്റോഡിയൽ ഫെസിലിറ്റേഷൻ സെന്റർ, ക്വാർട്ടേഴ്സ്, കുട്ടികൾക്കായുള്ള കൃഷി തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു. ഇന്നു മുതൽ നിലവിൽ വരികയാണ്. ഇതിനായി ഓരോ പോലീസ് സ്റ്റേഷനുകളിലും QR കോഡ് പ്രദർശിപ്പിക്കുന്നതുമായ മറ്റൊരു പദ്ധതിക്ക് കൂടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. മറ്റൊരു പുതിയ മാതൃകയാണ് കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നത്. സംവിധാനമൊരുക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് നമ്മുടെ സംസ്ഥാനം നടത്തിയിരുന്നത്. സൈബർ കുറ്റാന്വേഷണ രംഗത്ത് അഭിമാനകരമായ പല നേട്ടങ്ങളും കേരള പോലീസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്വന്തമായി ഡ്രോൺ ലാബും ആന്റി ഡ്രോൺ സംവിധാനങ്ങളുമുള്ള രാജ്യത്തെ ഏക പോലീസ് സേനയാണ് നമ്മുടേത്. ഡാർക്ക് വെബിൽ നടക്കുന്ന തട്ടിപ്പുകൾ കണ്ടെത്താനായി സ്വന്തമായി സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനും ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി കോടതിയിൽ ഓൺലൈനായി ചാർജ് ഷീറ്റ് സമർപ്പിക്കാനുമൊക്കെ കഴിയുന്ന സേനയാണ് ഇന്ന് കേരള പോലീസ്. ഇത് അറിയിക്കുന്നു. ഈ അവാർഡിന് അർഹത നേടിയ, നേരത്തെ തന്നെ ലഭിച്ചു കഴിഞ്ഞ എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കത്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ രാത്രികാലങ്ങളിലൊക്കെ ടർഫുകളിൽ നടക്കുന്ന കളികൾ നിരോധിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ സഹോദരന്റെ വികാരം എന്ത് എന്ന് എനിക്കും മനസ്സിലാകും, നിങ്ങൾക്കും മനസ്സിലാകും. ഈ ടർഫുകളിലൊക്കെ രാത്രികാലങ്ങളിൽ കളി നടന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഒരു ജനപ്രതിനിധി എന്ന എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആ പൗരൻ ശ്രമിച്ചത്. പക്ഷേ ഞാൻ ഈ ടർഫിനെ ഒക്കെ നിരോധിക്കണമെന്ന് സർക്കാരിനും പോലീസിനും കത്ത് നൽകിയാൽ ഒരു ജനപ്രതിനിധി കാസർഗോഡിലേക്ക് തിരിച്ചു പോകുമായിരുന്നു എന്ന് ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒട്ടനവധി പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ കാസർഗോഡ് പോലീസിനും ചില പദ്ധതികൾ ലഭിച്ചു എന്നത് നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ, വിമൻ പോലീസ് സ്റ്റേഷൻ, ബേക്കൽ കൺട്രോൾ റൂം, ആർട്ടിഫിഷ്യൽ ഫുട്ബോൾ ടർഫ് തുടങ്ങിയ പദ്ധതികളാണ് നമ്മുടെ കാസർഗോഡിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെ അതുപോലെ തന്നെ LSD ഇതിലൊക്കെ 13% ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ 20 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. അപ്പോൾ കുട്ടികൾ ഇന്ന് കാരിയറായി മാറുന്ന കാഴ്ച കേരളത്തിലും പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. കുട്ടികളെ കാരിയർമാരാക്കി മാറ്റിയിട്ട് ആ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന വളരെ ദയനീയമായ 1-2 ചിത്രങ്ങൾ കണ്ണൂർ ജില്ലയിൽ അതുപോലെ തന്നെ ഇവിടുന്ന്
ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് ചിത്രീകരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പല സിനിമകളും വയലൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ കുട്ടികൾക്കൊരു പ്രേരക ശക്തിയായി മാറുന്നത് ഇത്തരം സിനിമകൾ കണ്ടിട്ടാണ് എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ സൈബർ കുറ്റകൃത്യം തടയുന്നതിന് ഈ സൈബർ യുഗത്തിൽ, ഇന്റർനെറ്റ് യുഗത്തിൽ അത്യന്താധുനികമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. 1973 ഒക്ടോബർ മാസം 27-ാം തീയതി കേരളത്തിൻ്റെ ഒരു അഭിമാന ദിവസമായിരുന്നു ആ ദിവസം. അന്നാണ് കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. ആ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോട്ടാണ്. ഒരു പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഓഫീസർമാരും എല്ലാം വനിതകളായിരുന്നു എന്നുള്ളത് ഏഷ്യയിലെ തന്നെ ഒരു ചരിത്ര സംഭവമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, ഏഷ്യയിൽ ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ്. ഒരു പോലീസ് സ്റ്റേഷനകത്ത് മുഴുവൻ വനിതാ ഉദ്യോഗസ്ഥന്മാർ, സ്റ്റാഫ് അടക്കം. അതിനൊരു മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായി. ആ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. കോഴിക്കോട്ട് 1973 ഒക്ടോബർ 27 ആരംഭിച്ച ആ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോഴിക്കോട്ട് എത്തണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ. അന്ന് കേരളത്തിൻ്റെ ഗവർണർ NN വാഞ്ചു ആയിരുന്നു. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചേലാട്ട് അച്യുതമേനോൻ എന്നറിയപ്പെടുന്ന C അച്യുതമേനോനായിരുന്നു. അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ ശ്രീ K കരുണാകരനായിരുന്നു. ഇപ്പോൾ കരുണാകരൻ ആഭ്യന്തരമന്ത്രി, ഗവർണർ NN വാഞ്ചു, മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോൻ, ഏഷ്യയിലെ ആദ്യത്തെ മുഴുവൻ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ അത് ഓരോ നിമിഷവും ഇന്ത്യയിലെ മികച്ച പോലീസ് സേനയാണ് നമ്മുടെ പോലീസ് സേന എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും നമ്മൾ അഭിമാനം കൊള്ളുന്നു. അതേ അവസരത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന ഓരോ നിമിഷവും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന നമ്മെ ഞെട്ടിപ്പിക്കുന്ന, ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരമായ സംഭവങ്ങൾ നമുക്കൊരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോലീസ് വിചാരിച്ചാൽ മാത്രം അത്തരം ക്രൂര സംഭവങ്ങൾ തടയാൻ പറ്റില്ല. ജനങ്ങളാകെ ഉണരേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ സമാധാനം, അതുപോലെ തന്നെ മനുഷ്യരെല്ലാം പരസ്പരം സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും വഴിയിൽ നിന്നുള്ള അവസരമൊരുക്കാൻ നമ്മുടെ നാടിൻ്റെ ഐക്യവും മഹത്വവും എല്ലാം കാത്തുസൂക്ഷിക്കാൻ, കുറ്റകൃത്യങ്ങളിൽ സത്യസന്ധവും നീതിപൂർവമായ അന്വേഷണം നടത്തൽ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മഹത്തായ ജോലിയുടെ ഉടമകളാണ് പോലീസ് സേനാംഗങ്ങൾ. ഇന്ത്യയിലെ പോലീസ് സേനയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള പോലീസാണ്. അന്താരാഷ്ട്ര തലത്തിലായാലും ഏത് തലത്തിൽ പരിശോധിച്ചാലും ഇതുവരെ വന്ന റിപ്പോർട്ടുകളെല്ലാം കേരള പോലീസിന് ഇന്ത്യൻ പോലീസ് സേനയിൽ ഒന്നാം സ്ഥാനമുണ്ട്. അത് കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും പ്രധാനമായും അതിൽ കാണുന്ന ഒരു കാര്യം, അഴിമതിമുക്തമായ ഒരു സേനയാണ് കേരളത്തിലെ പോലീസ് സേന. അതിൻ്റെ അർത്ഥം പോലീസിന് അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ല എന്നൊന്നും അർത്ഥമാക്കുന്നില്ല. നാം അതിനെ കാണേണ്ടത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 80% മേലെ അഴിമതി നടക്കുമ്പോൾ, പ്രത്യേകിച്ച് പോലീസ് സേനയിൽ നടക്കുമ്പോൾ, കേരളം അത് 3-4% ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ്. അതും കൂടി അവസാനിപ്പിച്ചാൽ അതും ഒരു 0% എത്തിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസ് സേനക്ക് ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടു കൂടി നിൽക്കാൻ സാധിക്കും. ആ പ്രവണതകൾ പോലീസ് സേന തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. സ്വയം വിമർശനം പോലീസ് നടത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് കേരള പോലീസ് നേടിയിരിക്കുന്ന നേട്ടങ്ങളുടെ പിന്നിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ജനമൈത്രി പോലീസ് എന്ന ആശയം
അത് ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധത്തെ ദൃഢമാക്കുന്ന, കുറേയും കൂടി അർത്ഥവത്താക്കുന്ന ഒരു തീരുമാനമാണ്. ഒരു ദിവസം കടന്നു പോകാൻ കഴിയില്ല. നാം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നതും പോലീസിനാണ്. അത് ആ സേനയുടെ അനിവാര്യത കൊണ്ടാണ് നാം അതിനെ കുറ്റപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികളെ നേരെ പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമൊന്നുമല്ല. പക്ഷേ പോലീസിൻ്റെ അച്ചടക്കവും പോലീസിൻ്റെ സേവനത്തിലെ ആവശ്യകതയും അത് വിദ്യാർത്ഥി സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ അച്ചടക്കമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കലും അതിൻ്റെ ഭാഗമാണ്. ഏറ്റവും നല്ല സ്റ്റുഡൻറ് പോലീസ് കേഡറ്റാണ് കേരളത്തിലുള്ളത്. പോലീസ് മാർച്ച് ചെയ്യുന്നത് പോലെ, പോലീസ് ചെയ്യുന്നത് പോലെ സ്റ്റുഡൻറ് പോലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന കുട്ടികൾക്ക് വലിയ സന്തോഷമായി. സ്റ്റുഡൻറ് പോലീസ് എന്ന് പറയുന്നത് അത്രയും ശക്തമാണ് കേരളത്തിൽ. അങ്ങനെ പോകുമ്പോൾ കേരളത്തിലെ പോലീസിൻ്റെ മഹിമകളിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വലിയ പ്രശ്നം അത് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ആസക്തി തന്നെയാണ്. നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളെ, നേരത്തെ കൊച്ചുകുഞ്ഞുങ്ങളെ മുതൽ ഡ്രഗ്സ് അടിമപ്പെടുത്തിയിട്ടുണ്ട്, കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അത് പരിപൂർണമായി നമ്മുടെ കേരളീയ സമൂഹത്തിൽ അവസാനിപ്പിക്കണം. അത് എക്സൈസിൻ്റെ ചുമതലയാണ് എന്ന നിലയിൽ കാണരുത്. അത് രക്ഷിതാക്കൾ നിങ്ങൾ നോക്കട്ടെ എന്ന നിലയിൽ കാണരുത്. പോലീസിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റവും പ്രധാനമായും വരേണ്ടുന്ന ഒന്നാണ് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട്. അത് പിടിച്ചെടുക്കൽ മാത്രമല്ല, കേവലം കുറച്ചാളുകളെ പിടിച്ചു, അവരെ കേസെടുത്തു, അതുകൊണ്ട് മാത്രം തരുന്നില്ല. പിടിച്ച ആൾ ജയിലിൽ പോയി തിരിച്ചു വന്നാൽ അയാൾ വീണ്ടും അതേ ജോലിയിലാണ് പോകുന്നത്. അതിനെന്തെങ്കിലും ഒരു ചെറിയ അവർക്ക് കയ്യിൽ സാഹിത്യമൊക്കെ കൊടുത്താൽ നടക്കണമെന്നൊന്നും അതിനായി എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം. ഒരധ്വാനവും ചെലുത്താതെ പണം ഉണ്ടാക്കണം. അതിനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അതാണെന്നാണ് കണ്ടെത്തുന്നത്. അതിലേത് മാർഗവും സ്വീകരിക്കാൻ സമൂഹത്തിൽ കുറച്ചാളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യുന്നവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ഇനി ഒരിക്കലും കുറ്റം ചെയ്യില്ല എന്ന നിലയിലേക്ക് അവരെ മാറ്റുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പറ്റില്ലെങ്കിൽ ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്നവർ ഭയങ്കര ദുരിതം അനുഭവിക്കുകയാണ്. അവർക്ക് ജോലി ചെയ്യാനേ വേണ്ടി വലിയ ഇപ്പോൾ അടുത്ത കാലം ആ പണി തീരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഒരു ചട്ടഞ്ചേരി പോലീസ് സ്റ്റേഷൻ, നെൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പണികൾക്ക് കൊണ്ടു കൊടുക്കാൻ കഴിയുമോ അത് അടിയമായി പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഏകദേശം ഒരു 20% അവസാനമാകുമ്പോഴത്തേക്കും ആ ചട്ടഞ്ചേരി പോലീസ് സ്റ്റേഷൻ തുറന്നു കൊടുത്താൽ മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അതുകൂടി ഇതിൻ്റെ ഭാഗമായി കൂടി നിർവഹിക്കാൻ പറ്റണമായിരുന്നു. പറ്റാതെ കൂടി വ്യക്തമായി പോയി അദ്ദേഹം പണപ്പെട്ടത് കൂടി ചെയ്യാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 4 പോലീസ് ആസ്ഥാനങ്ങളുടെയും ഉദ്ഘാടനത്തിൽ എല്ലാവിധ ആശംസകളും കൂടി 2 വാക്കുകൾ അവസാനിപ്പിച്ചു. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ കേൾക്കാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും വല്ലാതെ പാടുപെട്ടുപോകും. അപ്പം അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ പരിപാടി വളരെ നിങ്ങളൊക്കെ ടയർഡായി നിൽക്കുന്നു എന്നറിയാം. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. വാക്കുകൾക്ക് വിരാമം. ജയ് ഹിന്ദ്. MLA-മാർ, നേരത്തെ പോയ MP, എല്ലാവരും നമസ്കാരം. വന്നതുകൊണ്ട് നന്ദി. നമ്മുടെ റേഞ്ച് കാസർഗോഡ് തൊട്ട് കോഴിക്കോട് വരെയാണ്. നമ്മൾ കാസർഗോഡ് പലപ്പോഴും വിസിറ്റ് ചെയ്യാറില്ല എല്ലാവരും. അതുകൊണ്ട് ഞാൻ ഇതോളം കാസർഗോഡ് തന്നെ വന്ന് വിസിറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചടങ്ങിലേക്ക് വന്നത്. എല്ലാവരും വന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇനി അധിക ദീർഘിപ്പിക്കുന്നില്ല. നല്ല പരിപാടി, നെക്സ്റ്റ് പരിപാടിയുണ്ട്, അവിടേക്ക് ഞങ്ങൾ പോവാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. എല്ലാ വിശിഷ്ട വ്യക്തികളെ, പ്രിയ കുട്ടികളെ, കാസർഗോഡ് പോലീസിലെ എല്ലാ പ്രിയ സഹപ്രവർത്തകരെ, പോലീസ് മോഡേണൈസേഷൻ ഭാഗമായി കേരള പോലീസ് എല്ലാ വർഷം കോടിക്കണക്കിന് പൈസ ചെലവാക്കുന്നുണ്ട്. ഈ വർഷം അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ സൈബർ പോലീസ് സ്റ്റേഷൻ, വനിതാ പോലീസ് സ്റ്റേഷൻ, ഫുട്ബോൾ ടർഫ്, പിന്നെ ബേക്കൽ സബ് ഡിവിഷൻ കൺട്രോൾ റൂമിൻ്റെ ഇനോഗ്രേഷൻ ഇന്ന് നടന്നിട്ടുണ്ട്. വളരെ നല്ല ബിൽഡിങ്സ് ആണ്. നമ്മൾ കാസർഗോഡിലെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ കൂടുതൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് നമുക്ക് കിട്ടിയതുകൊണ്ട്. അപ്പോൾ അതിൽ ഈ ചടങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ വിശിഷ്ട വ്യക്തികളും, എല്ലാ MLA-മാർ, MP-മാരും, നമ്മൾ DIG യതീഷ് സർ, എല്ലാവർക്കും നന്ദി. ഇവിടെ എത്തിച്ചേർത്തിന് എല്ലാ SPC കുട്ടികളും പിന്നെ കാസർഗോഡ് പോലീസ് അംഗങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം.
മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം. ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയും. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.